കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ഓയിസ്റ്റേഴ്സ് എക്സ്പെരിമെൻറ്റും ബയോട്ടൻ സവേർട്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ കറണ്ട് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് അതിൽ കൺക്ലൂഷൻ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ഒരു കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രമിച്ചു നോക്കുകയാണ് എക്സ്പെരിമെൻ്റലായിട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ളത് 3 സാധനങ്ങൾ മാത്രമാണ്. ഒന്ന്, നിങ്ങളെല്ലാവരും അറിയുന്ന ഗാൽവനോമീറ്റർ, മീറ്റർ ബ്രിഡ്ജ് എക്സ്പെരിമെൻറ്റിന് അതുപോലെ പൊട്ടൻഷ്യോമീറ്ററിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഗാൽവനോമീറ്റർ. ഇത് കറണ്ട് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്, അറിയാലോ. പിന്നെ സോളിനോയിഡ് എന്ന് പറയുന്ന ഒരു ഡിവൈസ്, ഒരു കോയിൽ ഓഫ് എയർ, അതൊരു കോറിന് മുകളിൽ ചുറ്റിയിരിക്കുന്നു. ഇവിടെ എയർ കോറാണ്, അതിന് ഒരു ഫ്രെയിം കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു PVC പൈപ്പ് വെച്ചിരിക്കുന്നു. ഇതാണ് സോളിനോയിഡ്. ഈ സോളിനോയിഡ് ഒരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വേറെ ഒരു സോഴ്സ് ഓഫ് EMFും ഒരു ബാറ്ററിയോ അങ്ങനെയുള്ള ഒരു സോഴ്സ് ഓഫ് EMFും ഇവിടെ ഇല്ല. ഒരു കോയിൽ ഓഫ് എയറും ഒരു ഗാൽവനോമീറ്ററും മാത്രമാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒരു മാഗ്നറ്റാണ്, ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മാപ്പിംഗ് എക്സ്പെരിമെൻറ്റിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ബാർ മാഗ്നറ്റ്. 2 എണ്ണം ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത്, കുറച്ചും കൂടി ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പോളുകളൊക്കെ നിങ്ങൾക്ക് നോക്കാനറിയാം. സാധാരണ ഈ ഡോട്ടുള്ള സ്ഥലത്ത് നോർത്ത് പോളും അല്ലാത്ത സ്ഥലത്ത് സൗത്ത് പോളും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ സൗത്ത് പോളും, അങ്ങനെയാണല്ലോ ഒഴിക്കുക. അപ്പോൾ ഇത് 3ആണ് നമ്മുടെ കയ്യിലുള്ളത്: ഗാൽവനോമീറ്റർ, കണക്റ്റഡ് ടു സോളിനോയിഡ് ആൻഡ് ബാർ മാഗ്നറ്റ്. ഇനി ഞാൻ ഈ ബാർ മാഗ്നറ്റ് വളരെ പതുക്കെ ഈ സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് കടത്തുന്നു. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ആ ഗാൽവനോമീറ്ററിൽ കാണുന്ന ഇഫക്റ്റ് എന്താണ്? ആ ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ നന്നായി ശ്രദ്ധിക്കുക. ചെറിയ ഇഫക്റ്റ് കാണുള്ളൂ, എന്നാലും അത് ശ്രദ്ധിക്കുക. ഞാൻ പതുക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. എന്തെങ്കിലും ഇഫക്റ്റ് കണ്ടോ? കൊണ്ടുവന്ന സമയത്ത് ഒന്നുകൂടി കാണിക്കാം. ഞാൻ ആ ഇഫക്റ്റ് കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി ക്വിക്കായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നു. ഇഫക്റ്റ് കണ്ടിരുന്നു? വീണ്ടും കാണിക്കുന്നു. ആ നീഡിൽ തന്നെ ശ്രദ്ധിക്കുക. ഒരു ഡിഫ്ലക്ഷൻ കാണാനുണ്ടോ? അതായത് ഈ മാഗ്നറ്റ് ആ സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ എന്താ വെച്ചാൽ, ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ എപ്പോഴാണ് കാണിക്കുക? കറണ്ട് വരുമ്പോൾ അല്ലേ? സ്വാഭാവികമാണ്. ഇതൊരു കറണ്ട് ഡിറ്റക്റ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ നമുക്ക് നിന്ന് കൺക്ലൂഡ് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ മാഗ്നറ്റ് ഈ കോയിലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു കറണ്ട് അതിലുണ്ടാകുന്നു. ഇത് മാഗ്നറ്റ് തന്നെ വന്നാലേ ഉണ്ടാവുള്ളൂ, വേറെ എന്തെങ്കിലും വന്നാൽ ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി വെറുതെ ഒരു രസത്തെ നമുക്കൊരു കാര്യം ചെയ്തു. എൻ്റെ ഒരു പെന്നുണ്ട്. ഈ പെന്ന് അതിൽ ക്യാപ്പൊക്കെ മെറ്റലൊക്കെ തന്നെയാണ്, മറ്റേത് പ്ലാസ്റ്റിക്കാണ്. ഇത് വെറുതെ ഉള്ളിൽ ഇട്ട് വെക്കും, നേരത്തെ പോലെ മാഗ്നറ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച പോലെ. ഇപ്പം എന്തെങ്കിലും എഫക്റ്റ് കാണാനുണ്ടോ? ഒന്നുമില്ല, ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം വെറുതെ പെന്നോ ചോക്കോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടൊന്നും കിട്ടില്ല. ഈ മാഗ്നറ്റ് കൊണ്ടുവരുമ്പോഴാണ് ഈ ഇഫക്റ്റ് ഉണ്ടാവുന്നത്. അപ്പം മാഗ്നറ്റും ഈ മറ്റ് മെറ്റീരിയൽസ് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞു, ഒരു മാഗ്നറ്റ് അല്ലെങ്കിൽ ബാർ മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ ഈ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് പ്രാഥമികമായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ വരുമ്പോൾ അതിനെ പെട്ടെന്ന് ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ആ ഇഫക്റ്റ് നമ്മൾ കണ്ടത്, ഒരു കറണ്ട് ഉണ്ടാവുന്നത്. ഇതാണ് പ്രാഥമികമായ കൺക്ലൂഷൻ. അപ്പോൾ നമ്മുടെ ബേസിക്സ് നിന്ന് തുടങ്ങിയതാണ്. അതായത് ഒരു കറണ്ടിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്, കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് കറണ്ട് ഉണ്ടാക്കാമെന്ന് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കി അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് കറണ്ട്. ഇനി ഇതിൻ്റെ പല രീതിയിൽ നമുക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം. ആദ്യമായിട്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ മാഗ്നറ്റിനെ മുഴുവനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസർട്ട് ചെയ്ത് അവിടെ വയ്ക്കുന്നു. അപ്പം മാഗ്നറ്റിക് ഫീൽഡാണല്ലോ കറണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നന്നായിട്ട് എഫക്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ മാഗ്നറ്റിനെ പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. അവിടെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ വല്ല ഇഫക്റ്റും ഉണ്ടോ? വല്ലതും കാണാനുണ്ടോ? ഡിഫ്ലക്ഷൻ ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. വളരെ വലിയ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും പക്ഷെ അതിന് ഇഫക്റ്റ് ഒന്നുമില്ല. പിന്നെ എപ്പോഴാണ് ഇഫക്റ്റ് കണ്ടത്? ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഈ മാഗ്നറ്റിനെ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു.
ഇപ്പോഴാണ് ഇഫക്റ്റ് കാണുന്നത്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡല്ല പിന്നെന്താണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്? ഇതിന്ന് എന്താ കൺക്ലൂഷൻ കിട്ടുക? മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, എന്നിട്ട് ആ ഇഫക്റ്റ് കാണുന്നില്ല. പക്ഷേ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഇഫക്റ്റ് കാണുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം മാഗ്നറ്റിക് ഫീൽഡല്ല, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാറ്റം വരുന്നതാണ് ഈ ഇഫക്റ്റിന് കാരണം എന്നാണ് ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക അല്ലേ? ഇനി നമുക്ക് തിരിച്ചു ആലോചിച്ച് നോക്കാം. അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിരിക്കുന്നു, ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. അപ്പോഴും മാറ്റം വരുമല്ലോ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ധാരാളം ഉണ്ടായിരുന്നു, ഈ മാഗ്നറ്റ് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു പോകും അല്ലേ? അപ്പോഴും ഇഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ തൽക്കാലം നോക്കണ്ട, ഡിഫ്ലക്ഷൻ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ. ഉണ്ടോ? ഒന്നുകൂടി ചെയ്യാം. ഉണ്ടോ? പുറത്തേക്ക് വലിച്ചെടുക്കുന്നു, ശ്രദ്ധിച്ചോളൂ. അതായത് മാഗ്നറ്റിൻ്റെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും അതേപോലെ മാഗ്നറ്റ് ഇതിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന സമയത്തും നമുക്കവിടെ എഫക്റ്റ് കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഒരു പക്ഷേ ചിലപ്പോൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിരുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് അനലൈസ് ചെയ്യാം. എന്തായാലും ഇഫക്റ്റ് ഉണ്ട്, ഒരു കറണ്ട് ഉണ്ട്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന് മാറ്റം വരുമ്പോഴൊക്കെ ഇവിടെ ഒരു കറണ്ട് ഉണ്ട് എന്ന് മനസ്സിലാവും. മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാറ്റിക് ആയിരുന്ന സമയത്ത് ഒരു ലാർജ് ഫീൽഡ് ആണെങ്കിൽ പോലും അവിടെ യാതൊരു ഇഫക്റ്റും ഇല്ല. അപ്പോൾ ഇതിൽ നിന്നും കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കൺക്ലൂഷൻ, എ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ഇൻഡ്യൂസ് എ കറണ്ട്. എങ്ങനത്തെ മാഗ്നറ്റിക് ഫീൽഡ്? എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ഇൻഡ്യൂസ് എ കറണ്ട്. ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നർത്ഥം. അപ്പോൾ ഒരു കോയിലിലെ ഒരു കറണ്ടിനെ ഇൻഡ്യൂസ് ചെയ്യാൻ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന മാറ്റത്തിന് സാധിക്കും എന്നാണ് നമ്മളിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാറ്റം വരുന്ന സമയത്ത് ഇവിടെ കറണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു ബാറ്ററി ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെയല്ല ഇവിടെ കറണ്ട് വരുന്നത്. ശ്രദ്ധിച്ചോ? അതായത് ഇതിൽ നേരിട്ട് ഈ മാഗ്നറ്റ് ഇതിൻ്റെ മൂവ്മെൻ്റ് കൊണ്ട് ഒരു കറണ്ട് ആ സർക്യൂട്ടിലേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടുക എന്നാണ് പറയുക. ഒരു ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു രീതിയിലല്ല ഇത് ഉണ്ടാകുന്നത്. ആ രീതിയിൽ കറണ്ട് ഉണ്ടാകുന്നതിനാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്, പ്രേരണം. അപ്പം മാഗ്നറ്റിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ഇവിടെ കറണ്ട് ഉണ്ടാകുന്നു. അതിനാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ടാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് എത്രമാത്രം കറണ്ട് ഉണ്ടാവും. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഇഫക്റ്റ്? അത് എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? ഈ ഇഫക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് നമുക്ക് കൂടുതൽ കറണ്ട് കിട്ടും, അത് കുറച്ച് കറണ്ടാണ് കിട്ടുക എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ നമ്മളിതിനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ കണ്ട ഫിനോമിനനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്, എത്രമാത്രം സ്വാധീനമുണ്ട് ഓരോ കാര്യങ്ങൾക്കും. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഒന്ന്, ഇവിടെ ഉപയോഗിക്കുന്ന കോയിൽ ശ്രദ്ധിക്കുക. കുറച്ചുകൂടി വലിയൊരു കോയിലാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ചുറ്റിയിരിക്കുന്നത് കാണാം. കുറേ കൂടി വലിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയ ഒരു കോയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതാണ് ഒരു വ്യത്യാസം. നമ്പർ ഓഫ് ടേൺസും കുറച്ച് കൂടുതലുണ്ട് വെച്ചു. മറ്റൊന്ന്, ഞാൻ കുറേ വ്യത്യസ്തമായിട്ടുള്ള മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നത്. നേരത്തെ കണ്ട ബാർ മാഗ്നറ്റ് ഉണ്ട്. അതുകൂടാതെ വേറൊരു മാഗ്നറ്റ്, ഇത് നമ്മുടെ ഈ സ്പീക്കറിലൊക്കെ കാണുന്ന ടൈപ്പ് മാഗ്നറ്റാണ്. അതിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. കുറേ കൂടി പവർഫുള്ളാണ്. ഇതിനേക്കാൾ പോൾ സ്ട്രെങ്ത്തൊക്കെ കൂടുതലുള്ള കുറേ കൂടി പവർഫുള്ളായിട്ടുള്ള ഒരു മാഗ്നറ്റാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ട്. ഗാലനോമീറ്റർ നേരത്തെ ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ പല എഫക്റ്റുകളും ഇതിനുണ്ടെന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ഓരോ ഫാക്ടറിൻ്റെയും സ്വാധീനം എത്രമാത്രം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈ മാഗ്നറ്റിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അതായത് കുറേ കൂടി പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കറണ്ടിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതാണ് ആദ്യത്തെ ഒരു ഫാക്ടറായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ബാക്കി എല്ലാ ഫാക്ടേഴ്സിനും തൽക്കാലം സ്റ്റാറ്റിക്കായിട്ട് നിർത്താൻ, നമുക്ക് ഓരോന്നായിട്ടേ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാ എഫക്റ്റും കൂടി ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഈ മാഗ്നറ്റിൻ്റെ എഫക്റ്റ്, കുറേ കൂടി പവർഫുൾ മാഗ്നറ്റ് ഉപയോഗിച്ചാൽ എന്തുണ്ടാവും? അപ്പോൾ പവർഫുൾ മാഗ്നറ്റ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് മാഗ്നറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം
അപ്പോൾ ഇതിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറവാണ്, ഇത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറവാണ്, ഇത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് കുറേ കൂടി സ്ട്രെങ്ത് ഉണ്ട് അല്ലേ. ഇപ്പോൾ സ്ട്രോങ് മാഗ്നറ്റ് എന്ന് പറയും, മാഗ്നറ്റിക് ഫീൽഡിന് സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വ്യത്യസ്ത തരം മാഗ്നറ്റുകൾ ഉപയോഗിച്ചാൽ എന്താണ് ഇവിടെ ഉണ്ടാകുന്ന ഇഫക്റ്റ് എന്ന് ശ്രദ്ധിക്കാം. ആദ്യം ഈ ചെറിയ മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട്, ഇതിൻ്റെ ഷേപ്പിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നമ്മൾ അതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ബാർ മാഗ്നറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു പെട്ടെന്ന്, അത് ശ്രദ്ധിച്ചോളൂ. ഇതിൻ്റെ ഇഫക്റ്റ് ഞാൻ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഫക്റ്റ് കാണാണ്ടോ? പല പ്രാവശ്യം ഞാൻ കാണിക്കുന്നുണ്ട് ഒരേ കാര്യം തന്നെ. ചെറിയൊരു ഇഫക്റ്റാണ് നിങ്ങൾക്ക് കാണുന്നത് അല്ലേ, ചെറിയൊരു ഡിഫ്ലക്ഷൻ അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണാം. അതേസമയം കുറേ കൂടി പവർഫുൾ ആയിട്ടുള്ള ഈ മാഗ്നറ്റ് ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ ഇത് ഞാൻ ബാക്കിൽ നിന്ന് ചെയ്യാം, അപ്പോൾ കുറേ കൂടി നന്നായി കാണുന്നു. ഇതിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഇഫക്റ്റ് കണ്ടോ? വലിച്ച് പുറത്തേക്ക് എടുക്കുന്നതും ശ്രദ്ധിച്ചു. കാണാണ്ടല്ലോ? എന്താണെന്ന് മനസ്സിലാവുന്നു. അതായത് കുറേ കൂടി പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഈ ഇഫക്റ്റ് കൂടുതലുണ്ട് അല്ലേ. ഇതാണ് ആദ്യം കിട്ടുന്ന കൺക്ലൂഷൻ. സോ ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഇഫ് ഇറ്റ് ഈസ് ലാർജർ, ഇറ്റ് പ്രൊഡ്യൂസസ് ലാർജർ ഇഫക്റ്റ്. ഇത് ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു കൺക്ലൂഷനിൽ എത്തുക. നമുക്കിതിൽ മാറ്റങ്ങളും ഇനിയും വരുത്തിക്കൊണ്ടിരിക്കും നമ്മൾ. മറ്റൊരു ഇഫക്റ്റ് ഈ മാഗ്നറ്റ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് വളരെ സാവകാശം ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുക, സാവകാശമാണ് ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഇഫക്റ്റ് ഉണ്ട്, ഒരു ചെറിയ ഡിഫ്ലക്ഷനാണ്. ഇനി ഇതിന് പകരം വളരെ പെട്ടെന്ന് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം, വളരെ പെട്ടെന്ന് അപ്പം ഞാൻ കൊണ്ടുവരണം. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇപ്പം നമുക്ക് ഒബ്വിയസ് ആയിട്ട് കാണാവുന്നൊരു കാര്യം, വളരെ സ്ലോ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരുന്നതെങ്കിൽ, അതായത് മാഗ്നറ്റ് വളരെ സ്ലോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? വെലോസിറ്റി ആ രീതിയിൽ ചിന്തിക്കേണ്ട, മാഗ്നറ്റിക് ഫീൽഡിൽ സ്ലോ ചേഞ്ച് വരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ് താരതമ്യേന കുറവാണ്. അതേസമയം വളരെ ക്വിക്കായിട്ട് മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരുന്നു, അല്ലെങ്കിൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ലാർജർ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് ടൈമിനനുസരിച്ച് വരുന്ന വ്യത്യാസം അല്ലേ, അത് കൂടുതലാവുമ്പോൾ നമുക്ക് ലാർജർ ഇഫക്റ്റ് കാണാം. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൽ വ്യത്യാസം വേണം, അതിൽ തന്നെ വളരെ ക്വിക്കായിട്ട് വ്യത്യാസം വരികയാണെങ്കിൽ, വളരെ ഫാസ്റ്റ് റേറ്റിൽ വ്യത്യാസം വരികയാണെങ്കിൽ കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാവും. സ്ലോ റേറ്റിൽ വ്യത്യാസം വരികയാണെങ്കിൽ കുറഞ്ഞ ഇഫക്റ്റ് ഉണ്ടാവും. ഇതാണ് നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ കൺക്ലൂഷൻ. അപ്പോൾ രണ്ട് ഇഫക്റ്റുകളാണ് നമ്മൾ പഠിച്ച്. ഒന്ന് മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്, രണ്ട് ദ റേറ്റ് അറ്റ് വിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചസ്. ഇത് രണ്ടിനും ഇതിൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇതുവരെ കിട്ടിയ കൺക്ലൂഷൻസ് പറയാം. ഒന്ന്, whenever there is a change in magnetic field, there is a deflection or an induced current. ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ കറണ്ടാണ് അല്ലേ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിൽ വ്യത്യാസം വരുമ്പോഴൊക്കെ ഉണ്ടാകുന്നു. വ്യത്യാസം വരുമ്പോൾ എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റാറ്റിക് ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇഫക്റ്റ് ഇല്ല എന്ന് നമ്മൾ കണ്ടതാണ്. ഇനി രണ്ടാമത്തെ കൺക്ലൂഷൻ എത്തിയത്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആണെങ്കിൽ, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആകുമ്പോൾ ഇഫക്റ്റ് കൂടുതലുണ്ട്. മൂന്നാമത് കണ്ട കൺക്ലൂഷൻ, മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന മാറ്റത്തിൻ്റെ നിരക്ക്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അത് കൂടുതലാണെങ്കിൽ, അതായത് വളരെ പെട്ടെന്ന് മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടുതൽ ഇഫക്റ്റ് ഉണ്ട്. വളരെ സ്ലോ ആയിട്ടേ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് വരുന്നുള്ളൂ എങ്കിൽ കുറച്ച് ഇഫക്റ്റേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ നിന്നും ക്ലിയറാണ് അല്ലേ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നേരത്തെ ആദ്യം കാണിച്ചിരുന്ന കോയിൽ ഇതാണ്, കാണാനുണ്ടല്ലോ അല്ലേ. ഈ കോയിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം എന്താ? രണ്ടും കോയിലാണ്, കുറേ ടേൺസൊക്കെ ചുറ്റിയിട്ടുണ്ട് അല്ലേ. രണ്ടും കോയിൽ തന്നെയാണ്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം കാണുന്നത്, ഇതിലൊരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അത് കുറേ കൂടി കൂടുതലാണ്. ഈ രണ്ട് കേസിലും വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ വരുന്ന വ്യത്യാസം, ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച്, അതായത് ലാർജർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമുക്ക് ലാർജർ എഫക്റ്റ് ഉണ്ടാകും. സ്മോളർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, ഇതിപ്പോൾ കണക്റ്റഡ് അല്ല, അതുകൊണ്ട് ഇതിലേക്ക് കാണിക്കാൻ പറ്റില്ല. നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ലാർജർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ലാർജർ എഫക്റ്റ് ഉണ്ട്, സ്മോളർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണെങ്കിൽ സ്മോൾ എഫക്റ്റ് ആണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അനലൈസ് ചെയ്യണം കുറച്ചുകൂടി.
ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനു മുമ്പത്തെ ചാപ്റ്ററുകളിൽ പ്രത്യേകിച്ച് ഗോസ് തിയറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവാം. ഏരിയ നമ്മളൊരു വെക്ടറായിട്ട് കണക്കാക്കാറുണ്ട്. ഏരിയ വെക്ടറിൻ്റെ വെക്ടർ ആകുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡും വരും ഡയറക്ഷൻ വരും അല്ലേ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏരിയ തന്നെയാണ് എത്രയാണെങ്കിൽ. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടുവേഴ്സ് ഔട്ട്വേർഡ് ഡ്രോൺ നോർമൽ എന്നാണ് പറയാറ്. അപ്പോൾ ഇതാണ് ഏരിയ ഈ കാണുന്നത്. അതിന് പുറത്തേക്ക് വരയ്ക്കുന്ന നോർമൽ, പുറത്തേക്ക് തൽക്കാലം വിട്ടോളൂ, അതിന് നോർമലായിട്ടാണ് ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ, നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ. ഞാൻ ഒരു പെന്നോട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ. ഇതിപ്പോൾ ഇങ്ങോട്ടാവാം ഞാൻ അങ്ങോട്ടാവാം, അത് എന്തോ ആയിക്കോട്ടെ. ഇതാണ് ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനായിട്ട് കാണുന്നത്. ഇനി അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റ് ഇതാ വരുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാമല്ലോ, നോർത്ത് ടു സൗത്ത് അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ ഈ കേസിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനും പാരലലാണ്. സെയിം ആവാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആവാം, എന്തായാലും പാരലലാണ്. ഇങ്ങനെ കാണിച്ചാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും പാരലലാണ്. ക്യാൻ ബി സെയിം ഓർ ഓപ്പോസിറ്റ്, എന്തായാലും പാരലൽ എന്ന് പറയാം. ഈ കേസിൽ നമുക്ക് കാണാം, ഈ കേസിൽ നമുക്ക് കാണുന്നത് ഇവിടെ മാക്സിമം ഇഫക്റ്റ് ഉണ്ടെന്നാണ്. അതായത് ഉണ്ടാവുന്ന കറണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് മാക്സിമം. അപ്പോൾ ഈ ഡയറക്ഷൻസ് ഇങ്ങനെ സെയിം അല്ലെങ്കിൽ, അതായത് ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും പാരലൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നോക്കി നോക്കാം. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതികൾ നോക്കാം. ഒന്ന് ഇങ്ങനെ കാണിക്കുകയാണ്, ഞാൻ ബാക്കിൽ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ. ഇപ്പോൾ ഏരിയ വെക്ടർ നേരത്തെ പോലെ പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് അല്ലേ. ഇതിങ്ങനെ വയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും വയ്ക്കാം. ഈ രീതിയിലാവും. മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിൽ പെർപെൻഡിക്കുലറാണ്. ശരിയാണോ? ഈ കേസിൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ നിൽക്കുമ്പോൾ ഇഫക്റ്റ് ഉണ്ടാവില്ല എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് വരണം. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് വരുത്തണമെങ്കിൽ ഈ ഡയറക്ഷനിൽ നമ്മൾ മാഗ്നറ്റിനെ മൂവ് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കൂ. മൂവ് ചെയ്യുമ്പോൾ അവിടെ യാതൊരു മാറ്റവും, ഞാൻ വേണമെങ്കിൽ ഫാസ്റ്റ് ക്വിക്കായിട്ട് മൂവ് ചെയ്ത് കാണിക്കാം. യാതൊരു ഇഫക്റ്റും ഇല്ല. ഉണ്ടോ? ഇല്ലല്ലോ, കാണാനില്ല. അപ്പോൾ അതായത് ചുരുക്കം പറഞ്ഞാൽ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും പാരലലാവുകയാണെങ്കിൽ മാക്സിമം എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതേസമയം ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഒരു ഇഫക്റ്റും ഇല്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഡയറക്ഷൻസ് ആണെങ്കിൽ ഇഫക്റ്റ് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും, മാക്സിമം അല്ല മിനിമം അല്ല അല്ലെങ്കിൽ സീറോ അല്ല. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാവണമെന്ന് വെച്ചാൽ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും തമ്മിലൊരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ മാക്സിമം എഫക്റ്റും, 90 ഡിഗ്രി ആണെങ്കിൽ 0 എഫക്റ്റുമാണ്. അപ്പോൾ 0-ൻ്റെയും 90-യുടെയും ഇടയിലാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഇഫക്ട്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ആംഗിളിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കൺക്ലൂഷൻ. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഏരിയയുടെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലിയർ ആണ്? അപ്പോൾ ഇത് മൂന്നും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ്, ഏരിയ, അത് തമ്മിലുള്ള ആംഗിൾ. സത്യത്തിൽ ആംഗിൾ അല്ല, ആംഗിളുടെ കോസ്. ഇത് മൂന്നും കൂടി വരുന്ന ഒരു ക്വാണ്ടിറ്റി. ബി ആണ് മാഗ്നറ്റിക് ഫീൽഡ്, എ ആണ് ഏരിയ. ഇത് രണ്ടും തമ്മിലുള്ള ഡയറക്ഷൻ തീറ്റ ആണെങ്കിൽ നിങ്ങളൊരു ടേം പഠിച്ചിട്ടുണ്ട്, ബി എ കോസ് തീറ്റ എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ബി എ കോസ് തീറ്റ. അത് എന്തിൻ്റെ ഇക്വേഷനാണ്? ബി എ കോസ് തീറ്റ. അത് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷനാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ എന്നുള്ള ലെറ്റർ കൊണ്ട് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഫൈ ഈക്വൽ ടു ബി എ കോസ് തീറ്റ. എന്തുകൊണ്ടാണ് കോസ് തീറ്റ എടുക്കാൻ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ ഇഫക്റ്റ് കിട്ടണമെങ്കിൽ കോസ് തീറ്റ വേണം. ആലോചിച്ച് നോക്കൂ. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനും തമ്മിൽ പാരലലാവുമ്പോൾ മാക്സിമം ഇഫക്റ്റ്. പാരലലാവുക എന്ന് പറയുമ്പോൾ ആംഗിൾ ഐദർ 0 ഓർ 180 ഡിഗ്രി അല്ലേ. ഈ സമയത്ത് മാക്സിമം ഇഫക്റ്റ് കോസ് 0 ആയാലും
കോസ് 180 ആയാലും ഒന്നുകിൽ +1 ആണ് അല്ലെങ്കിൽ -1 ആണ് അല്ലേ. അപ്പോൾ മാക്സിമം ഇഫക്റ്റ് BA cos θ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ BA ആവും അല്ലെങ്കിൽ -BA ആവും. ഇത് മാക്സിമം ആണ് അല്ലേ. അതേസമയം ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഞാൻ നേരത്തെ ഇങ്ങനെ പിടിച്ച് ഓർമ്മിക്കുക, ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും തമ്മിൽ പെർപെൻഡിക്കുലർ ആകുമ്പോൾ, അതായത് ഒന്നുകിൽ 90 ഡിഗ്രി വരിക അല്ലെങ്കിൽ 270 ഡിഗ്രി വരിക, രണ്ടായാലും cos 90 അല്ലെങ്കിൽ cos 270 എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്താ, 0 എഫക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് cos θ എന്ന് പറയുന്ന ആംഗിൾ അല്ലെങ്കിൽ ആംഗിളിൻ്റെ കോസ് തന്നെ അവിടെ വരണം എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ BA cos θ എന്ന് പറയുന്ന ഫ്ലക്സ്, അതിൽ വരുന്ന മാറ്റമാണ് സത്യത്തിൽ ഈ ഇഫക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ആ കൺക്ലൂഷൻ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് ഇങ്ങനെ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞെന്താ, മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം വരുന്ന സമയത്ത് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം വരുമ്പോഴാണ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. whenever magnetic flux changes a current is induced. ഇതാണ് രണ്ടാമത് കിട്ടുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പറയാവുന്നൊരു കൺക്ലൂഷൻ. നമുക്ക് ഇതുവരെ കിട്ടിയ കൺക്ലൂഷൻസ്, ഈ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ഇതുവരെ കിട്ടിയ കൺക്ലൂഷൻസ്, നമ്മളിപ്പോൾ കണ്ട ഈ ഡെമോൺസ്ട്രേഷനിൽ കിട്ടിയ കൺക്ലൂഷൻസ് ഒന്നുകൂടി പറയാം. ഒന്ന്, അവസാനം എത്തിച്ചേർന്നത് മാഗ്നറ്റിക് ഫ്ലക്സ്, അതിൽ വരുന്ന മാറ്റമാണ് ഈ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാൻ കാരണം. ഇത് മാത്രമല്ല, മാഗ്നറ്റിക് ഫ്ലക്സിൽ പെട്ടെന്ന് മാറ്റം വരികയാണെങ്കിൽ കൂടുതൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. സാവകാശമായി മാറ്റം വരുന്നുള്ളൂ എങ്കിൽ കുറച്ച് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇതാണ് ഇപ്പോൾ ഇതുവരെ കിട്ടിയ കൺക്ലൂഷൻ. നമുക്കതിനെ മാത്തമാറ്റിക്കലായിട്ട് പിന്നീട് അനലൈസ് ചെയ്യാം. അപ്പോൾ ഈ കൺക്ലൂഷൻ മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള വാക്കിൽ നിന്ന് ഫ്ലക്സ് എന്നുള്ള വാക്കിലേക്കുള്ള മാറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഫീൽഡ് മാത്രമല്ല, ആ ഫീൽഡ് എങ്ങനെ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അതിനെ പല ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഫക്റ്റൊക്കെ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമതൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അതായത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മാഗ്നറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോഴും തിരിച്ചെടുക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻസ്, അതിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് കുറച്ച് വ്യത്യസ്തമായി വരുന്നതായിട്ട് കാണാം. നമ്മൾ ഇതുവരെ ആ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്തില്ല. ഡിഫ്ലക്ഷൻ നോക്കുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. എങ്ങോട്ടാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അത് മറ്റൊരു ഇഫക്റ്റാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഫിനോമിനൻ്റെ മറ്റൊരു ആസ്പെക്റ്റാണ്. ആ ആസ്പെക്റ്റ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ആ ഒരു വശം നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അതിനെയാണ് ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയിലൊരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ വിട്ടുപോയതാണത്. അതായത് ഈ ഗാൽവനോമീറ്റർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, ഈ ഗാൽവനോമീറ്റർ ഇവിടെ കണക്റ്റഡ് അല്ലാതിരിക്കുക, ഈ രണ്ട് എൻഡുകളും ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ആ സമയത്ത് മാഗ്നറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ഇങ്ങനൊരു ഫിനോമിനൻ അവിടെ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടാവുമോ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഈ ഗാൽവനോമീറ്റർ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ കറണ്ട് ഉണ്ടാവുന്നു? ഈ ഇഫക്റ്റ് ഉണ്ട്. കറണ്ട് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പത്തെ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്, കറണ്ട് ഉണ്ടാക്കുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF എന്ന് പറയുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ EMF ഉണ്ടെങ്കിലേ കറണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഫിനോമിനൻ നടക്കുന്ന സമയത്ത് ഇവിടെ കറണ്ട് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു EMF ഉണ്ടായിട്ടുണ്ട്. ഈ ഗാൽവനോമീറ്റർ കണക്റ്റഡ് അല്ലെങ്കിലും, ഈ ഗാൽവനോമീറ്റർ പഴിച്ച് കാണിക്കുന്നില്ല, ഇത് കണക്റ്റഡ് അല്ലെങ്കിലും നമ്മൾ ഈ മാഗ്നറ്റിനെ അവിടെ മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് ആ EMF അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണക്ഷൻ കൊടുത്തുകൊണ്ടാണ് നമുക്കൊരു ഇഫക്റ്റായിട്ട്, ഒരു കറണ്ടായിട്ട് അത് കാണുന്നത്, അല്ലെങ്കിൽ ആ കറണ്ടിൻ്റെ ഒരു ഡിഫ്ലക്ഷൻ നമ്മളവിടെ കാണുന്നത്. ഈ ഗാൽവനോമീറ്റർ അവിടെ ഇല്ലെങ്കിൽ പോലും അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നുണ്ട്. അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ ഗാൽവനോമീറ്റർ അതിലൊരു നെസറി ഫാക്ടറൊന്നുമല്ല, അത് നമുക്ക് ആ വിഷ്വൽ ഇഫക്റ്റ് കാണാൻ വേണ്ടി നമ്മൾ കണക്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, whenever the magnetic flux changes, an EMF is induced in the system. ഇതാണ് നമുക്ക് പറയാവുന്നത്. അപ്പം അത് ഉറപ്പിക്കുക. കറണ്ട് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഡയറക്ഷൻ്റെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക. ഏത് ഡയറക്ഷനിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അതിന് ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ ഈ മാഗ്നറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് കുറേ കൂടി പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റാണ്. അപ്പോൾ വിഷ്വൽ ഇഫക്റ്റ് കുറച്ചുകൂടി കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഏത് മാഗ്നറ്റ് ഉപയോഗിച്ചാലും ഇതൊക്കെ തന്നെയാണ് ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സൗത്ത് പോളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ഭാഗം നോർത്ത് പോളാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത്, നോർത്ത് പോളിനെ ഇങ്ങനെ വയ്ക്കുന്നു. ഈ നോർത്ത് പോളിനെ ഈ
കോയിലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, അങ്ങോട്ട് കൊണ്ടു ചെല്ലുകയാണ്. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എങ്ങോട്ടാണ് ഡിഫ്ലക്ഷൻ? ഒന്നുകൂടി കാണിക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിലേക്കാണ് ഡിഫ്ലക്ഷൻ വരുന്നത് അല്ലേ? ലെഫ്റ്റിലേക്കല്ലേ ഡിഫ്ലക്ഷൻ? ഓക്കെ. ഇനി ഞാൻ മാഗ്നറ്റിനെ ഉള്ളിൽ വെച്ചുകൊണ്ട് നോർത്ത് പോൾ തന്നെയാണ് ഇപ്പോഴും നിങ്ങളെ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഇതിനെ പതുക്കെ അല്ലെങ്കിൽ ഇതിനെ പുറത്തേക്ക് വലിക്കുകയാണ്. പതുക്കെ ആകുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് കുറയും. ഉറക്കെ വലിച്ചു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കൂടും. അത്ര വ്യത്യാസമുള്ളൂ. ഏതായാലും ഇതിനെ പുറത്തേക്ക് വലിക്കുന്നു. ആ സമയത്ത് എന്താ ഇഫക്റ്റ് ശ്രദ്ധിച്ചോളൂ. ഇപ്പം എങ്ങോട്ടാണ് ഡിഫ്ലക്ഷൻ? ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ നോർത്ത് പോള് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്കാണ് ഡിഫ്ലക്ഷൻ. നേരത്തെ ഞാൻ കാണിച്ച് നോർത്ത് പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിലേക്കും വിഡ്രോ ചെയ്യുന്ന സമയത്ത് റൈറ്റിലേക്കുമാണ്. കാണാണ്ടല്ലോ അല്ലേ? ക്ലിയറായി കണ്ടു. ഇനി നമുക്കിത് തിരിച്ച് സൗത്ത് പോൾ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. സൗത്ത് പോളിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ കണ്ടു റൈറ്റിലേക്കാണ് ഡിഫ്ലക്ഷൻ. സൗത്ത് പോളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റൈറ്റിലേക്കാണ് ഡിഫ്ലക്ഷൻ. ക്ലിയർ ആണോ? ഇനി സൗത്ത് പോളിനെ നമുക്ക് വിഡ്രോ ചെയ്ത് നോക്കുക. അപ്പോൾ ലെഫ്റ്റിലേക്കാണ് ഡിഫ്ലക്ഷൻ. കാണുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കിട്ടുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. നോർത്ത് പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ഷൻ വന്നു. സൗത്ത് പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റൈറ്റിലേക്ക് ഡിഫ്ലക്ഷൻ വന്നു. അതായത് തിരിച്ച് ഓപ്പോസിറ്റ് എഫക്റ്റാണ്. അതേപോലെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നോർത്ത് പോൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് റൈറ്റിലേക്കോ അല്ലെങ്കിൽ എവിടേക്കോ ആയിക്കോട്ടെ റൈറ്റിലേക്ക് ഡിഫ്ലക്ഷൻ വന്നുവെങ്കിൽ സൗത്ത് പോൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഡിഫ്ലക്ഷൻ വരിക. ഇത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ഓക്കെ.